ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിരിക്കുന്ന കാരണം മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്ന ഒരു അടുപ്പുണ്ട് ഇവിടെ, അതാരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയാണെന്ന് അവിടെ വെച്ചിട്ട് ചോറ് വെക്കുന്നത്. ഞാൻ അവിടേക്ക് വന്നിരിക്കുക. ചോറ് വാങ്ങിക്കാനിട്ട് 9 മണിയാകുമ്പോഴേക്കൊക്കെ വരുള്ളൂ. അപ്പോഴേക്കൊക്കെ ശരിയാക്കിയാൽ മതി. ചോറ് കുറേ നാളുകളായിട്ടേ ഇവിടെ വിറകടപ്പത്ത് വെക്കാറില്ല. അവിടെ വേറെ കറണ്ടിൻ്റെ ഒരു പോട്ടുണ്ട്, അതിൽ ഞങ്ങൾ ചോറ് വെക്കാറ്. 2 പേരെല്ലാം ഉള്ളു. പിന്നെ കുറച്ചതില്ലാതെ വെക്കേണ്ട ആവശ്യം വെച്ചിട്ട് ആ പോട്ടിൽ വെക്കാറ്. പയറും കായും വെക്കണം. അതിലേക്ക് കായ ഒന്ന് അരിഞ്ഞിട്ടിട്ടേ ഒരുമിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ല. അപ്പോൾ 2 കായ ഇട്ടിട്ട് വേവിക്കാം. പെട്ടെന്ന് നമുക്ക് കാച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ രാവിലത്തെ നേരത്തെ എണീക്കാറ്. കുറച്ച് ദിവസം ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ട് പനി ഉണ്ടാകുന്നില്ല, കഫക്കെട്ട് ചുമയൊക്കെ വന്നിട്ട് സുഖമില്ലാണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറവായിട്ടാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ പോയിട്ട് വന്ന് മരുന്ന് കഴിച്ചു. ഈ ഭാഗത്ത് എല്ലായിടത്തും ഉണ്ട് കഫക്കെട്ടും ചുമയൊക്കെ. തലയ്ക്ക് കാലം കൂടുതലായിരുന്നു. നന്നായി മാറി. എന്നാലും സ്വരത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് സംസാരിച്ചിരിക്കുമ്പോഴേ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അപ്പുറത്തെ അടുപ്പത്ത് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായക്കുള്ള വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടാൽ അത് രാവിലെ കട്ടൻ ചായ കുടിക്കാന്നുള്ള നിർബന്ധമുള്ള കാര്യമുള്ളത്. അത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് തൊട്ടേ ഉള്ളത്. രാവിലെ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കുക, കുടിക്കുക. ചായ കൊടുക്കുമ്പോൾ നേരിട്ടിട്ടില്ല, എന്തെങ്കിലും ചായ കുടിക്കാൻ പാടില്ല കേട്ടോ. വേറെ പാത്രത്തിൽ ചായ പകർത്തിയതിന് ശേഷം വേണം നമ്മൾ ചായ കൊടുക്കാൻ. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാൻ്റെ, അല്ലെങ്കിൽ ഗ്ലാസ് അകപ്പം എന്തെങ്കിലും പൊട്ടും. നേരിട്ട് ചൂട്ടോടെ ഒഴിക്കരുത്. വേറെ കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചായ പകർത്തി കൊടുക്കാൻ പാടില്ല. കുറച്ച് മധുരം ഉപയോഗിക്കുള്ളൂ കേട്ടോ ഇവിടെ. അപ്പം മധുരട്ടാത്ത കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഒട്ടും മധുരമില്ല ചായയിൽ. ഇനി അപ്പം നമ്മൾ പയറും കായും മാത്രം നല്ല കറിയിട്ട് കൊടുക്കണതേ. അപ്പം അതിലേക്കൊരു ഉച്ചനേരം അല്ല ഭക്ഷണം കഴിക്കുന്നത്. ഒരിക്കൽ പുള്ളിയും കറിയിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പം പപ്പക്കായയും മോരും വയ്ക്കാന്ന് വിചാരിച്ചിരിക്കുക. സൂര്യനെല്ലാം നിലത്ത് പോലെ. ഇപ്പം ഇവിടെ അകത്ത് മുഴുവൻ മുഴുവൻ തൊലിയൊക്കെ എന്നറിയാം. അപ്പം നമ്മളിങ്ങനെ ഒരു വലിയൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട്
പപ്പായ ചെത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ വെക്കുന്നില്ല, ഇച്ചിരി കുറച്ചൊരു കട്ടിയിൽ കാച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ചോറിൽ എല്ലാം ഒലിച്ചു പോയി അവർക്ക് അത് ചോറുണ്ണണ നേരത്തെല്ലാം ചിലപ്പോൾ ചോറ് കേടായി കൂടാതില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു കട്ടിയിൽ കറി വെച്ചെടുക്കാം. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാറും കറിയൊന്നും പാടില്ല. പകുതി മുക്കാൽ പപ്പക്കായ എടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഈ പുകയില്ലാത്ത അടുപ്പല്ല ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ലേ പുകയില്ലാത്ത അടുപ്പ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അധികം വിറക് കത്താണ്ട് പുകഞ്ഞ് പോലെ നിൽക്കുന്നുള്ളൊരു തോന്നലായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ അടുപ്പ് വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം ചൂടായിട്ട് വെള്ളം തിളയ്ക്കുന്നത്. പെട്ടെന്ന് അടുപ്പിൽ തീ പിടിക്കുകയും ചെയ്യും, നന്നായിട്ട് പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടുകയും ചെയ്യും. അത്രയ്ക്ക് നല്ലൊരു അടുപ്പാണ് ഈ ഇരുമ്പിൻ്റെ അടുപ്പ്. 2 അടുപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് കാലൊക്കെ ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടാ. വേറെ ആയിരുന്നാലും ഇവിടെ ഉറങ്ങിയിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും ബുദ്ധിമുട്ടിക്കാൻ പോയി. ഞാൻ തന്നെ ഇനി വീഡിയോ പിടിക്കുന്നത്. അപ്പൊ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ കോഴി ഇന്നലത്തെ കോഴിമുട്ടയായിട്ടത് കണ്ട. ഇന്നത്തെയും കൊണ്ട് ഓർഡറുണ്ട്. അവര് നമ്പറുണ്ടായിരുന്നു കൊണ്ടുപോകും. അടുപ്പിക്കും കോഴി. കോഴിമുട്ട ഞാൻ അന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. കാരണം ചൂടൊക്കെ അധികമാകുമ്പോഴേ കോഴിമുട്ടയുടെ ഉണ്ണി ചിലപ്പോൾ വല്ല കലങ്ങൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാറ്. ഇന്നലെ എടുത്ത് വെച്ചില്ല, രാത്രിക്ക് ഇന്നത്തെ കൂടി ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ഫ്രഷ് മുട്ട ഞങ്ങൾ കൊടുത്തോട്ട് കേടുണ്ടാവും ഇവിടുത്തെ കോഴിമുട്ടയ്ക്ക്. ഞാൻ ഒന്നരടം കോഴിമുട്ട വിൽക്കും. 35, 40, 50 മുട്ടയ്ക്ക് ഉണ്ടാവും കൊടുക്കുമ്പോൾ. അപ്പം നല്ല ആരും വീട്ടിൽ വരാൻ്റെ ഞാൻ അനുവദിക്കില്ല. കാരണം നമ്മൾ കൊണ്ടുകൊടുത്ത് പെട്ടെന്ന് അത് ഇവിടെ നിന്ന് കേടാവാതെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കും എല്ലാവരും വീട്ടിലേക്കും. കോഴിമുട്ട വിളിക്കുമ്പോൾ ഞാൻ കൊടുക്കും കോഴിമുട്ട. അങ്ങനെയാണ്. അപ്പം പഴകായ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ആയിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ഇതൊന്ന് കാച്ചെടുക്കണം. ഉള്ളി ഇന്നലെ രാത്രി തൊലി കളഞ്ഞു വെച്ചതാണ്. ഉള്ളി വെളുത്തുള്ളിയും എടുക്കണുണ്ട്. വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിന് കുറച്ച് ചുവന്നുള്ളി അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ അടുപ്പത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കാച്ചെടുക്കാനുള്ള ചീരിട്ട് വെക്കാം. അപ്പോഴേക്കും ഉള്ളി ചതച്ചെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് നമുക്ക് പയർ കാച്ചാനായിട്ട് ചതക്കാം. ഇടയ്ക്ക് ഇത് ഹോമിയോ മരുന്നുണ്ട്. എൻ്റെ തൊണ്ടയിൽ ഇത് വീർമത കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉണ്ടോ? 2 നേരം കഴിക്കും. രാവിലെയും വൈകിട്ടും ഓരോ ഗുളിക. ചൊവ്വ വെള്ളിയും ഓരോ ഗുളികയുണ്ട്. ആദ്യം എൻ്റെ തൊണ്ടയിലത്തെ ഇങ്ങനെ ചുങ്ങി വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ വലത്തെ സൈഡിലാണ് ഇപ്പോൾ അങ്ങനെ നന്നായി വീർത്ത് വരുന്നത്. അപ്പോൾ ഇത് സർജറി ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഭയങ്കര പേടി സർജറി ചെയ്യാൻ, അതുകൊണ്ട് തന്നുകൊണ്ട് പോയത്. ഇപ്പോൾ ഇതേ വീർത്ത് വന്നു. ഇപ്പോൾ കഴിഞ്ഞ സ്കാനിങ്ങിൽ നന്നായി വീർത്തിട്ടുണ്ട്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വീർമത കുറവാണ്. ഇപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. ആരെയും നോക്കാൻ വേണ്ട, നിൽക്കാനും വേണ്ട. അതുകൊണ്ടാണ് നീണ്ടു പോണത്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കണ്ടേ. ഇതൊക്കെ നോക്കിയിട്ട് വേണം. പിന്നെ ഇവിടെ നിറച്ച് കോഴിൻ്റെ 2 കൂട്ടില് വീട്ടിലെ ആള് വേണം. മുകളിൽ പച്ചക്കറി പിന്നെ കയറ്റിയപ്പുറത്ത് കണ്ടമാനം പൂച്ചെടികൾ
ഇതൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? സർജറി ചെയ്ത് കിടന്നാൽ ഇൻഫെക്ഷൻ വരാൻ പാടില്ലല്ലോ. കോഴിയെടുത്ത് പോകുമ്പോഴൊന്നും അതിൻ്റെ ഇതും പൊടിയും ഇതൊന്നും തട്ടാൻ പറ്റില്ല. അത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. കായം പയറും കാച്ച വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ചതമുളക് പിന്നെ കൂടി ഇരിക്കില്ല. കുറച്ചും കൂടി വിളിച്ചെടുത്തിരിക്കാം. അപ്പം അടുത്ത് വെച്ചിട്ടാണെങ്കിൽ തൊണ്ടയിൽ ഈ വീർമത കൂടിയത് കുറച്ച് പിന്നെ ഒരു 1-2 കൊല്ലമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വീർത്ത് വന്നു തൊണ്ട. എല്ലാവരും ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം, എന്താ തൊണ്ടയിൽ ഇങ്ങനെ തൈറോയിഡ് ഉണ്ടോ? പക്ഷെ തൈറോയിഡ് നോർമലാണ്, ഗോയിറ്ററില്ലേ അതാണ്. കുറേ 2-3 വർഷം ഇപ്പം ഞാൻ മരുന്ന് കഴിക്കില്ല. മക്കളുടെ അടുത്ത് പോയപ്പോൾ 1 വർഷത്തിൽ മരുന്നൊക്കെ മേടിച്ചിട്ട് കഴിച്ചു. ഭക്ഷണത്തിൻ്റെ ഒരു എന്തോ ഒരു ഇതാണ്. ഗോതമ്പൊന്നും കഴിക്കാൻ പാടില്ലെന്ന് ചില യൂട്യൂബ് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഗോതമ്പ്, മൈദ, റവ അതുമാതിരി തന്നെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിയതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഷുഗറുള്ളവർക്കൊക്കെ ഇപ്പോൾ ഗോതമ്പ് 2 നേരം കരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുറച്ച് ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗോതമ്പിൻ്റെ അത് കഴിക്കുമ്പോൾ കൂട്ടുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വീട്ടിലെ 2 വേപ്പന്മാരുണ്ട്. ആ വേപ്പിൻ്റെ അല്ലേ അത് നന്നായി കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാ. ഞാനിവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ച അപ്പം തന്നെ ഞാൻ 2 വേപ്പും തൈ വെച്ചു. അത് വലിയ മരമായിട്ടുണ്ട്. കൊറോണയുടെ സമയത്ത് മാത്രമേ ചോറ് കൊണ്ടുപോകാതിരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആരും വീട്ടിൽ ചോറ് കൊടുത്തയച്ചിരുന്നില്ല. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പന്നെ പിന്നെ 2-3 പ്രാവശ്യമായിട്ടുണ്ട് ചോറ് കൊണ്ടുപോകണത്. എനിക്ക് സുഖം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നില്ലേ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ലേ ഹാർട്ടില്. അപ്പോൾ അവര് വന്നില്ല, വയ്യാതിരിക്കാൻ നമ്മൾ. പിന്നെ ഇപ്പൊ വന്നു ചോറ് കൊടുക്കാൻ. 2 ദിവസം മുന്നേ ഒരു പറയും വന്നിട്ട് ചോറ് വേണ്ട ചെയ്യാൻ പറ്റും, ചോറ് കൊണ്ടുപോകണം. എത്ര വൈകിയും ഞാൻ കൊടുത്തയക്കും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നാളെയാണ് ചേർക്കണ്ട, നാളെയും ചേർക്കണ്ടെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് നമുക്ക് കെട്ടിപ്പൊതിഞ്ഞ് വെക്കുമ്പോഴേ ചോറ് ചിലപ്പോൾ ഈ നാളികേരൊക്കെ ഇടുമ്പോൾ കേടാന്ന് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഇട്ടാൽ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടോല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇതിക്ക് വയറും കാര്യങ്ങളൊക്കെ ഇട്ടു. അല്ലാണ്ട് ഡ്രൈ ആയാലും അവർക്ക് ചോറുണ്ണാനായിട്ട് കുറച്ച് ഉണങ്ങിയ പോലെയുണ്ട്. സ്വല്പം വെള്ളം കുറവുണ്ട്. സ്വല്പം വെള്ളം വെച്ച് കൊടുക്കും. ഈ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് യൂട്യൂബിൽ കൂടെ പറഞ്ഞു ഫോണൊന്നും ഗ്യാസിൻ്റെ അടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഫോണൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ പാചകം ചെയ്യുന്നതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, ഗ്യാസിൻ്റെ അടുത്ത് ഫോൺ കൊണ്ടുവന്നിട്ടല്ലേ ചെയ്തത്. കുറച്ചകലെ വെച്ചിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ വീട് കിട്ടുന്നത്. ഉപ്പൊന്നും നോക്കട്ടെ.
ഉപ്പ് മിളക് എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽക്കൂടെ നമ്മൾ ഇത്തിരി നാളികേരം ചേർത്തില്ലേ, അപ്പം നല്ല ടേസ്റ്റ്. ഇനി നമ്മൾ മോര് കൂട്ടാൻ്റെ പരിപാടി നോക്കാം അല്ലേ. ഇത് ഇവിടെ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പം മോര് പപ്പക്കായ വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അതൊന്ന് വെന്തെന്ന് നോക്കണം. വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നാളികേരം ചേർക്കണം, മിക്സിയിൽ അരയ്ക്കണം. നാളികേരം ചേർത്തിട്ട് നാളികേരം, ഉള്ളി, ജീരകം. പിന്നെ ഇതിലേക്കിത് ജീരകം നന്നായിട്ട് അരിപ്പയിൽ ഇട്ട് കഴുകിയിട്ട് കണ്ട മണ്ണൊക്കെ കളഞ്ഞ് പൊടി കളഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്നത് ജീരകം. പിന്നെ ഇതിലേക്ക് ഉള്ളി 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ഇടാം. പച്ചമുളക് നമ്മുടെ വീട്ടിൻ്റെ മേലെ ടെറസിൽ പച്ചമുളക് ഉണ്ട് കുറച്ച്. അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അന്നേരം രാത്രി വൈകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് വെച്ചതായിട്ടാണ്. എന്നിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടാ. വെള്ളം ഇപ്പം മോര് കാച്ചാനായിട്ട് ഞാൻ പയർ കാച്ച ചീഞ്ഞട്ടിലേക്ക് തന്നെ പയർ കൂട്ടാൻ വെച്ചില്ലേ, ആ ചീഞ്ഞട്ടിലേക്ക് തന്നെ ഞാൻ ആ ചീഞ്ഞട്ട് നന്നായി കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ പപ്പക്കായത് ഇട്ടടപ്പത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. പിന്നെ നാളെയാണ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വേറെ ഇത്രയ്ക്കുള്ള ചീഞ്ഞട്ടി അലുമിനിയത്തിൻ്റെ ഉണ്ട്. അലുമിനിയത്തിൻ്റെ ചീഞ്ഞട്ടിയിൽ മോര് കാച്ചണം നല്ലതല്ല, പുളിയല്ല അലുമിനിയം അല്ല. അപ്പം ഞാൻ അതിൽ കാച്ചെടുക്കണ്ട വെച്ചിട്ട് ഇപ്പം ഈ ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ള ചീഞ്ഞട്ടിലാണ് മോര് കാച്ചെടുക്കണത് കേട്ടാ. നന്നായി തിളച്ചിൽ വെള്ളത്തിലൊന്ന് വറ്റി വരുമ്പോൾ അധികം വറ്റണ്ട. അപ്പോഴേക്കും നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. മോര് കാച്ചെടുക്കുക, മോരൊഴിക്കുക. ഇതേ മോര് കട്ടിമോരാൻ ചോറിൻ്റെ അടുപ്പ് തകൃതിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. മുകളിലിരിക്കുന്ന വെള്ളമൊക്കെ നന്നായി തിളച്ചില്ല. ഇവിടെ ഞാൻ മീൻ കൂട്ടാൻ വെക്കും. പിന്നെ ആദ്യമൊക്കെ ഒരു 4 അരിയൊക്കെ ഇതിലൂടെ വെച്ചെടുക്കും. പിന്നെ വെള്ളം ചൂടാക്കി എടുക്കും. വെള്ളം ചൂടാക്കാൻ മുറ്റത്ത് അടുപ്പത്ത് വെച്ച അടുപ്പുണ്ടാക്കി. അപ്പം എല്ലാ ചപ്പും ചോറും സർവ്വത്തെ സാധനങ്ങളൊക്കെ വേണ്ടതൊക്കെ അവിടെ ഇട്ട് കത്തിച്ച് അതൊക്കെ കത്തിപ്പോവാലോ വെച്ചിട്ട് അവിടെ മുറ്റത്ത് അടുപ്പുണ്ടാക്കി. വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രം ഇട്ട്. അപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കൽ വീണ്ടും ഇവിടേക്ക് തന്നെയാവും. പുറത്ത് മഴ പെയ്ത് കഴിഞ്ഞാലേ മഴക്കാലം തുടങ്ങാറായി. ഇപ്പോൾ അധികം ചോറ് വെക്കണ കാരണമാണ് ഇവിടെ തീക്കൂട്ടി. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ഇൻസിഡന്റ് പോട്ടുണ്ടേ, അതിന് ചോറ് വെക്കുക. ഇപ്പൊ പപ്പായ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരം അരച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടിയിൽ ഇട്ടെടുക്കേണ്ടത് മുളക് പൊടി ഇട്ടാ. മഞ്ഞൾപ്പൊടി ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കട്ടി മോരാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു. നല്ല പുളിയുള്ള മോരാട്ടാ. അതിന് ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പുളി അധികം കൂടുതലാണ് തോന്നണമെങ്കിലേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. പപ്പക്കായ മോര് കറി ഇതേ നന്നായിട്ട് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ കാറും തോറും ഒന്ന് വറ്റി വന്നോളൂ. അപ്പോൾ ഇനി കാച്ചി വെക്കേണ്ട അതിലേക്ക്. അപ്പോൾ സ്വരം കുറേശ്ശെ ക്ലിയറായി വരുന്നുള്ളൂ. നേരം വെളുക്കുമ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടല്ല പിമ്മി പണി തുടങ്ങുന്നത്. അപ്പോൾ ശബ്ദമൊക്കെ പതുക്കെ ആയിരുന്നു. ഇപ്പം തൊണ്ടൊക്കെ ഒന്ന് ക്ലിയറായി, ശബ്ദം ഒന്ന് ഉയർന്നു. അപ്പോൾ സ്വരം ഉറക്കത്തിൽ നിന്നിട്ട് ശബ്ദം അധികം സംസാരിക്കാൻ പറ്റുന്നില്ല.
ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്ത് വരും. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വൈകിട്ടേ കോഴികൾ കിടന്നവിടെ ഭയങ്കര ചാട്ടം. കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവ, പിന്നെ വറ്റൽമുളക്, ഇങ്ങനെ കുറച്ചൊക്കെ ചേർത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് നമ്മൾക്ക് ഈ മോര് കറിയിലേക്ക് ഒഴിക്കാം. ചോറ് പൊതിയാനല്ല വാട്ടിക്കൊണ്ടിരിക്കട്ടാ. ചോറ് വയ്ക്കുന്ന കലത്തുമ്പോൾ തന്നെ വെച്ചിട്ട് വാട്ടിയെടുക്കാം. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കട്ടാ, അപ്പുറത്തേക്ക്. അപ്പുറത്ത് കറിയെടുപ്പും അപ്പുറത്ത് ഗ്യാസ് എടുപ്പല്ല. അപ്പൊ രണ്ടിലും പാചകം ചെയ്തോണ്ടിരിക്കുന്ന കാരണം അപ്പുറത്തെ കറികൾ ഇപ്പുറത്ത് ചോറും അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ രണ്ടേയും കൂടി വാട്ടിയെടുക്കാനുണ്ട്. ചോറ് വയ്ക്കുന്ന അടുപ്പത്തേ ഇതിന്റെ മേലെ വെച്ചിട്ടാ വാട്ടിയെടുക്കണേ. വാടിയിട്ടുണ്ടോ? മറ്റില്ല, ഇവരെല്ലാം കൂട്ടില്ലല്ലോ. കഴിഞ്ഞില്ലേ ചോറ്? മതിയില്ല, വെന്തിട്ടുണ്ട്. അല്ലാണ്ട് വേവായി കഴിഞ്ഞ ചോറ് ആദ്യം വേവിക്കണ്ട. ഉപ്പിട്ടെടുത്തിട്ട് കല്ലുപ്പിട്ട ചോറിട്ട് ഒരു വലിയ അരിപ്പ കയ്യിലില്ലേ, പെട്ടെന്ന് ഊറ്റി കഴിയും. അത് കിട്ടിയ അപ്പൊ ഉപ്പൊന്ന് കലങ്ങി ഒരു കഴിയും. സമയം എത്രയായിട്ടുണ്ടാവും? 8 മണിയായിട്ടില്ലല്ലോ. ഏകദേശം 7:30 ആകുമ്പോഴേക്കും ചോറായിട്ടാ. ചോറും കറിയൊക്കെ ശരി. 7:35. ഒരിക്കലും ചോറ് വേണ്ട, ചോറും കറിയും എല്ലാം ശരി. അപ്പോൾ ചോറും കറികളൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് മേശപ്പുറത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം ഞങ്ങൾ ചോറുകളെല്ലാം ചോറും കറിയൊക്കെ പാക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നന്നായി ചൂടാറട്ടെ.
ഇല നന്നായി കഴുകി ക്ലീനാക്കി ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം പേപ്പറൊക്കെ നിരത്തി അതിലേക്ക് ഇല വെച്ചിട്ട് ഞാൻ ചോറൊക്കെ ഇടാനായിട്ട് അത് വരയ്ക്കും ഒന്ന് ചൂടാകട്ടെ കേട്ടോ. ഇവിടെ പയറും കായും വെച്ചത്, മോരും പപ്പായ വെച്ചത്, പിന്നെ അച്ചാറുണ്ട്. അച്ചാർ ഇത്രയും ആണ് നമ്മൾ ചോറ് കൊടുത്തയക്കാനായിട്ട് തയ്യാറാക്കിയത് കേട്ടോ. ചോറപ്പം ഇലയില് ഇടാട്ടാ, കാരണേ മുകളിലത്തെ ചോറ് ചൂടാറിയിട്ടുള്ള അടിയിൽ നല്ല ചൂടാ. അപ്പൊ മുകളിലത്തെ ചോറ് നമുക്ക് കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ അടിയിലത്തെ ചൂടാറിക്കൊള്ളൂല. അത് കാരണം ചോറ് ഇപ്പം ഇലയിലേക്ക് ഇട്ടാണ്. കറിയിടല്ലേ. അച്ചാറുണ്ട്. അടിയിലൊട്ടി പിടിച്ചിരിക്കും പാത്രം. ഇല്ലില്ല, ചൂടാകുമ്പോൾ ശരിയായിക്കോളും. മതിയില്ലേ? മതിയാ. ചോറ് കൂടി വെക്കായോ? 70 ചോറ് കൊടുത്തയക്കാറുണ്ട്. ചോറ് എത്രയും കൂടുതൽ ചൂടാക്കട്ടെ. വണ്ടി ഭാഗത്ത് ഇതിൻ്റെ അടുത്ത് ചോറൊന്ന് നന്നായി ചൂടാറാൻ വേണ്ടിയിട്ടുണ്ട് രണ്ടും അതിലേക്ക് പകർത്തിയത്. ചൂടാറില്ലെങ്കിലേ ചോറ് ചിലപ്പോൾ ഒരു ഉണ്ണണ നേരം കേടായി പോയി വലിച്ചു പോവും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ നന്നായി ചൂടാറിയിട്ട് ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുത്തയക്കുന്നത് കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണം ഉച്ച നേരത്തെ ആസ്പത്രിയിൽ വന്ന് നിന്നിട്ടേ ബുദ്ധിമുട്ട് കാത്തു വെച്ചിട്ട് നിന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അവരെന്തൊരു സന്തോഷമായിരിക്കും എന്നറിയവർക്ക്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ഈ ചോറ് കിട്ടാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത്. ഞാൻ കുറേ വർഷമായി ചോറ് കൊടുത്തയക്കുന്നത് കേട്ടോ അവർക്ക്. പിന്നെ ഈ കൊറോണ സമയം വന്നപ്പോഴാണ് കുറച്ചൊരു ഇത് വന്നത്. ഇതിപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് അങ്ങനെ കൊടുത്തയച്ചിരുന്നില്ലേ. പിന്നെ എനിക്കിപ്പോൾ സുഖമില്ലാണ്ടായപ്പോഴും ഞാൻ അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. അല്ലാതെ ദിവസങ്ങളൊക്കെ അവരൊന്ന് പറയുമ്പോൾ ഞാൻ ചോറ് കൊടുത്തയക്കാറുണ്ട്. എന്താ ചോറ് അങ്ങനെ ഇപ്പൊ ചോറ് പൊതിയാണ് കേട്ടാ. ഇതുപോലെ നമുക്ക് എന്തോരം ചോറുണ്ട് അത്രയും ചോറ് നമുക്ക് പൊതിഞ്ഞിട്ട് കൊടുത്തയക്കണം. ചോറുണ്ട്, അത് എന്തോരം എത്ര പൊതി ഉണ്ടാവുന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം.
റബ്ബർ ബാൻഡ്. ഓരോ ഷീറ്റ് പേപ്പർ മതിയാ? 2 ഷീറ്റാണല്ലോ. ഫാനിട്ടക്കാരനെ പേപ്പർ ചൂടാറാൻ വേണ്ടി ഫാനിട്ടിക്കാണ് ഈ പേപ്പർ മാറ്റുന്നു കുട്ടിയിട്ടുണ്ട്. എന്താ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചോറ് അധികം വേസ്റ്റ്. ഇതുപോലെ എല്ലാ ചോറും പൊതിഞ്ഞിട്ട് ലാസ്റ്റ് കാണാട്ടാ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള ചോറെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടാ. കറക്റ്റ് 7 പൊതി ചോറ് നമുക്ക് പാക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പം നമുക്കിത് ഒരു കവറിലാക്കിയിട്ട് അവർക്ക് കൊടുത്തു വിടണം. ഇന്നത്തെ എൻ്റെ ഈ പുണ്യപ്രവൃത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്താണ് അതിൻ്റെ ഉള്ള കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചോറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ആള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊടുക്കാനായിട്ട് പോണേക്ക് ഇതെല്ലാം 7 പൊതി കവറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എളുപ്പമായാലും കൊണ്ടുപോകാനായിട്ട്. അവിടെ പടിഞ്ഞാറ് വീട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ പോയിരിക്കുക. എന്നിട്ട് വേണം ഇപ്പോൾ വന്നിട്ട് മേടിച്ച് കൊണ്ടുപോകാനായിട്ട്. രാധാകൃഷ്ണൻ വന്നിട്ടുള്ള അതെ കൊണ്ടുകൊടുക്കാൻ പോകാം. അപ്പൊ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ള അവർ പറഞ്ഞ് ചോദിച്ചു. ശരി.